ഹലോ, കിട്ടി മക്കളെ, കിട്ടി. എനിക്ക് ഒറിജിനൽ പേപ്പർ സോപ്പ് കിട്ടി. കുറേ തപ്പി നടന്നതിന് ശേഷമാണ് ഇത് കിട്ടിയത്. ഇത് ഉപയോഗിക്കുന്ന അത്ര വലിയ നല്ലതല്ല എന്നാണ് കേട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിനായിട്ട് ഞാനൊരു കുളിക്കണ സോപ്പ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു കത്തി വെച്ച് ഒരു ബൗളിലേക്ക് ചിരണ്ടി ഇട്ട് കൊടുക്കാം. ചിരണ്ടി എടുത്ത സോപ്പ് കഷ്ണങ്ങളെല്ലാം നമുക്കൊന്ന് പതിപ്പിച്ചെടുക്കാം. അതിനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു സ്പൂണും വെച്ച് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇളക്കി കൊടുത്ത് പതിപ്പിച്ചെടുക്കുക. നല്ലതുപോലെ പതിഞ്ഞ് വന്നതിന് ശേഷം നമുക്കിതൊരു പേപ്പർ എടുക്കുക. കളർ പേപ്പറോ വൈറ്റ് പേപ്പറോ എടുക്കുക. എന്നിട്ട് ഇത് ഒരു ബ്രഷ് വെച്ച് അതിലേക്ക് ഒരു പ്ലേറ്റിൽ പേപ്പർ വെച്ചിട്ട് അതിലേക്ക് ബ്രഷ് കൊണ്ട് പതൊക്കെ തേച്ച് കൊടുക്കുക. രണ്ട് സൈഡും നല്ലതുപോലെ പത തേച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് വെയിലത്ത് ഉണക്കാൻ വെക്കാം. ഞാൻ മുന്നേ ഒരു പേപ്പർ സോപ്പ് ഉണ്ടാക്കിയിരുന്നു. ഹാൻഡ് വാഷ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ 2 പേര് പറഞ്ഞു കമൻറ്റിൽ ഹാൻഡ് വാഷ് ഇല്ലാതെ സോപ്പ് കൊണ്ട് ഉണ്ടാക്കുക എന്നുള്ളത്. ആ അഭിപ്രായം മാനിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. ഇനി ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഉണക്കിയെടുക്കാം. ഉണക്കിയെടുത്തതാണിത്. ഇത് നല്ലതുപോലെ മടക്കി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ എല്ലാം സ്ക്വയറിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇന്നത്തെ കാലത്ത് ട്രാവൽ ചെയ്യുന്നവർക്കും അതേപോലെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഒരുപോലെ ആവശ്യം വരുന്ന ഒരു ഐറ്റമാണ് പേപ്പർ സോപ്പ്. വളരെ സിമ്പിളായിട്ട് നമുക്കിത് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. വെറുതെ കാശ് കൊടുത്ത് കടയിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ഈ പേപ്പർ സോപ്പ് തന്നെ ഇപ്പോൾ ഇവിടെ 2ാമത്തെ വട്ടമാണ് ഉണ്ടാക്കി നോക്കുന്നത്. എന്നിട്ടാണ് സക്സസ് ആയിട്ടുള്ളത്. ആദ്യത്തെ വട്ടം ഉണ്ടാക്കി നോക്കിയപ്പോൾ കൈ കഴുകുമ്പോൾ പത വന്നില്ല, എന്താണെന്നറിയില്ല. അങ്ങനെ 2ാമത്തെ വട്ടം ഉണ്ടാക്കിയതാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത്. നമ്മളെന്തും കടയിൽ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടി നല്ലത് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നതാണെങ്കിൽ വീട്ടിലുണ്ടാക്കി നോക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മളെ പേപ്പർ സോപ്പൊക്കെ ഞാനിവിടെ നല്ലതുപോലെ സ്ക്വയറിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ചെറിയ ബോക്സിൽ ഇട്ട് വെക്കാം. ഞാനിവിടെ അതിനായിട്ട് എടുത്തിരിക്കുന്നത് ഒരു ജീരക മിഠായിയൊക്കെ മേടിക്കുമ്പോൾ കിട്ടൂലേ ചെറിയൊരു ബോക്സ്, അതിലാണ് ഇട്ട് വെക്കുന്നത്. ഇതാണ് ആ ബോക്സ്. ഇനി ഇതിൽ നമുക്ക് ഇട്ട് വെക്കാം. നമ്മളെല്ലാവരും ഇടയ്ക്കിടയ്ക്ക് പുറത്തൊക്കെ പോകുന്നവരല്ലേ. അപ്പോൾ നമുക്കിത് വളരെ ചെറിയൊരു സ്പേസിൽ നമ്മുടെ ബാഗിൽ സൂക്ഷിക്കാവുന്നതാണ്. എപ്പോൾ വേണമെങ്കിലും എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് വർക്കിംഗ് ആണോ എന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്ത് വെക്കുന്നുണ്ട്. അതിലേക്ക് ഇത് 2-3-4 പീസ് എടുത്തിട്ട് കൈ കഴുകി നോക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് പേപ്പർ സോപ്പ് എടുക്കുമ്പോൾ 2-3-4 എടുത്തിട്ട് വേണം നമ്മൾ കൈ കഴുകി നോക്കാൻ. ഫസ്റ്റത്തേൽ എനിക്ക് സംഭവിച്ചത് ഞാൻ 1-2 എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് തീരെ പതഞ്ഞു വന്നില്ല. ഇപ്പോൾ ഇത് വർക്കിംഗ് ആണ്, നല്ലതുപോലെ പതഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പേപ്പർ സോപ്പ് ഇവിടെ റെഡിയാണ്. വളരെ സിമ്പിളാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.